എല്ലാ മാന്യ പ്രേക്ഷകർക്കും GAV സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡെനോണും മെറാൻസിൻ്റെ പുതിയ ലൈനപ്പ്, അതായത് ഇപ്പം അടുത്തിറങ്ങിയ 3800, 4800, 6800 മുതൽ അങ്ങോട്ടേക്കുള്ള റിസീവേഴ്സിലൊക്കെ സ്പീക്കർ ലേഔട്ട് ഇൻസീലിംഗ് ആണെങ്കിൽ പോലും ഡോൾബി അറ്റ്മോസും DT6 ഓറോ 3D സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ ഫേംവെയർ അപ്ഡേഷനിലൂടെ അത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വോയിസ് ഓഫ് ഗോഡ് ചാനൽ സെപ്പറേറ്റ് വെക്കണമെന്നില്ല, ടോപ്പ് മിഡിലായിട്ട് വെച്ചാൽ തന്നെ വോയിസ് ഓഫ് ഗോഡ് ചാനൽ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓറോ 3Dൻ്റെ അല്ലെങ്കിൽ അഥവാ സ്പീക്കർ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്പീക്കർ സെറ്റപ്പിൻ്റെ സ്പീക്കർ കോൺഫിഗറേഷൻ്റെ വീഡിയോ ഞാൻ കുറേ മുമ്പ് ചെയ്തതായിരുന്നു. പക്ഷേ പഴയ റിസീവേഴ്സ്, അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷൻ അല്ലാതെ പഴയ റിസീവേഴ്സ് ഉള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, അതായത് ഡെനോൻ്റെ 4700 മുതലാണല്ലോ ഓറോ 3D ഉള്ളത്. ഓക്കെ, 4700. ഇനി മെറാൻസ് ആണെങ്കിൽ മെറാൻസിൻ്റെ പഴയ റിസീവറായ 7015, 8012, അതുപോലെ തന്നെ 8015, ഈ വക റിസീവേഴ്സിലൊക്കെ നിങ്ങൾ ഇൻസീലിംഗ് ആണ് നിങ്ങളുടെ വീട്ടിൽ ചെയ്തിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും ഓറോ 3D ലഭിക്കുന്നതല്ല. പക്ഷേ അത് ലഭിക്കാനൊരു കുറുക്ക് വഴിയാണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓറോ 3D വർക്ക് ചെയ്യും, പക്ഷേ എഫക്ട്സ് എത്രത്തോളം കൺവിൻസിങ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റത്തില്ല. കാരണം ഓറോ 3Dയുടെ ആ സ്പീക്കർ പ്ലേസ്മെൻറ്റ്, അതായത് ഒരു കാരണമുള്ളത് കൊണ്ടാണല്ലോ ആ സ്പീക്കർ പ്ലേസ്മെൻറ്റ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം എൻ്റേത് ലേറ്റസ്റ്റ് റിസീവർ ആയതുകൊണ്ട് തന്നെ സ്പീക്കർ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണെങ്കിലും സംഗതി അത് പ്ലേ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സെറ്റപ്പിലേക്കൊന്ന് പോവുക. ഞാൻ വീണ്ടും പറയുന്നു, പഴയ റിസീവേഴ്സ് ഉള്ളവർക്കുള്ള ഒരു പോം വഴിയാണ്. സ്പീക്കേഴ്സ് എടുക്കുന്നു, മാനുവൽ സെറ്റപ്പ് പോവുക. ആദ്യം എൻ്റെ സ്പീക്കർ പ്രീസെറ്റ് മാറ്റിക്കോട്ടെ, കാരണം ഞാൻ എൻ്റെ സ്പീക്കറിൽ എൻ്റെ ആമ്പിൽ ഇതുവരെ ചെയ്ത കാലിബ്രേഷനൊക്കെ ഉള്ളത് സ്പീക്കർ പ്രീസെറ്റ് 1-ലാണ്. അതിൽ തന്നെ പോയിട്ട് ഞാൻ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് സെലക്ട് ആവൂലേ, സ്പീക്കർ പ്രീസെറ്റ് 2-ലേക്കാക്കി. ഓക്കെ, എന്നിട്ട് ബാക്ക് അടിച്ചു. റിമോട്ടിനിടയ്ക്ക് ഒരു കളിയുണ്ട്. ഓക്കെ, ഇനി വീണ്ടും സ്പീക്കർ ലേഔട്ടിലേക്ക് വരുന്നു. അപ്പോൾ സ്പീക്കർ പ്ലേസെറ്റ് 2-ൽ ഇത് ബൈ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അവിടെ വീണ്ടും ആദ്യം ഒന്നും തുടങ്ങാം. ഫ്രണ്ട് സെൻറ്റർ ഉണ്ടോയെന്ന് ചോദിക്കുന്നു. യെസ്, ഫ്രണ്ട് യെസ്, സെൻറ്റർ യെസ്, സറൗണ്ട് യെസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സറൗണ്ട് ബാക്ക് നോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ യെസ് ഈ യെസ് കൊടുത്തു. അതന്നെ ഒരു സ്പീക്കർ കൊടുക്കാം, 2 സ്പീക്കറും കൊടുക്കാം. 2 സ്പീക്കർ കൊടുത്തോളൂ. അപ്പോൾ ബെഡ് ലെയറിൽ 7 സ്പീക്കർ. അപ്പോൾ എല്ലാത്തിലും നിങ്ങൾക്ക് സൈഡിൽ കാണാം, എല്ലാത്തിലും പ്രീ എഴുതിയിട്ടുണ്ടാവും. അത് ഇവിടെ വന്നിട്ട് മാറ്റേണ്ട സംഭവമാണ്. സ്പീക്കർ പ്ലസ് പ്രീ ഔട്ട്, സ്പീക്കർ പ്ലസ് പ്രീ ഔട്ട്, സ്പീക്കർ പ്ലസ് പ്രീ ഔട്ട്. ഓക്കെ, അപ്പം സ്പീക്കർ പ്ലസ് പ്രീ ഔട്ട്. അപ്പം ബെഡ് ലെയറിൽ ബെഡ് ലെയറിൽ 7 സ്പീക്കേഴ്സ്, ഫ്രണ്ട് ലെഫ്റ്റ്, സെൻറ്റർ, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സറൗണ്ട് ബാക്ക് ലെഫ്റ്റ്, സറൗണ്ട് ബാക്ക് റൈറ്റ്. ഓക്കെ, ഇനി ഹൈറ്റ് സ്പീക്കേഴ്സ് അവിടെ തന്നെ നിങ്ങൾ 6 സെലക്ട് ചെയ്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് മാക്സിമം 11 ചാനൽസ് വരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും മാക്സിമം 4 സ്പീക്കർ ഹൈറ്റ് ചാനൽസ് കൊടുക്കാൻ പറ്റും. ഫ്രണ്ട് ലേഔട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഹൈറ്റും റിയർ ഹൈറ്റാണ്. അത് മാറ്റിയിട്ട് ഫ്രണ്ട് ഡോൾബി എനേബിൾ സ്പീക്കേഴ്സ് കൊടുക്കാം, മേലോട്ട് ഫയർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ടോപ്പ് മിഡിൽ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഫ്രണ്ട് ടോപ്പ് കൊടുത്തു. ഓക്കെ, റിയർ ഹൈറ്റ് മാറ്റിയിട്ട് ടോപ്പ് റിയറും കൊടുത്തു. ഒരു ആവറേജ് ഡോൾബി അറ്റ്മോസ് അഥവാ DT6 സെറ്റപ്പിൽ ഈ ഒരു ഫോമാറ്റാണ് ഉണ്ടാവുക. നിങ്ങളുടെ പഴയ റിസീവറിലാണ് ഇങ്ങനെ കൊടുത്തതെങ്കിൽ താഴെ സപ്പോർട്ട് ചെയ്യുന്ന ഫോമാറ്റ് ഡോൾബി അറ്റ്മോസും DT6 മാത്രമേ കാണിക്കുള്ളൂ. പുതിയ റിസീവേഴ്സിലാണ് ഈ പറയുന്ന മാതിരി ഓറോ 3D സപ്പോർട്ടും കൂടി ഇതിനുള്ളത്. എനിവേ, ഞാൻ പറഞ്ഞു തന്നതല്ല,
പഴയ റിസീവറുള്ള ആൾക്കാർ ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് കോൺഫിഗറേഷൻ ഇതാണെന്ന് വയ്ക്കുക. ഇനി ഓറോ 3D കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്പീക്കേഴ്സ് ഇൻസീലിംഗ് ആണ്, ഫിസിക്കലി നിങ്ങൾ ഇൻസീലിംഗ് ആയിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആകെ ചെയ്യാനുള്ളത് ഈ ആംപസാനിൽ വന്നിട്ട് ഫ്രണ്ട് ലേഔട്ട് ടോപ്പ് ഫ്രണ്ട് എന്ന് മാറ്റിയിട്ട് ഫ്രണ്ട് ഹൈറ്റ് ആക്കുക. റിയർ ലേഔട്ട് ടോപ്പ് റിയർ മാറ്റിയിട്ട് ബാക്കോട്ട് പോയിപ്പോൾ ടോപ്പ് റിയർ മാറ്റിയിട്ട് ടോപ്പ് മിഡിൽ ബാക്ക് ഡോൾബി സറൗണ്ട് ഹൈറ്റ്, അതായത് ഫ്രണ്ട് ഹൈറ്റും സറൗണ്ട് ഹൈറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ, അതായത് മീൻസ് നിങ്ങളെ AVR പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് നിങ്ങൾ ആക്ച്വലി ഇൻസിലിംഗ് സ്പീക്കേഴ്സാണ് ചെയ്തത്, പക്ഷേ AVR നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ടിലുള്ള സ്പീക്കേഴ്സ് ഫ്രണ്ട് ഹൈറ്റും ബാക്കിലുള്ള സ്പീക്കേഴ്സ് സറൗണ്ട് ഹൈറ്റുമായി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇതിൽ കാണുന്ന മാതിരി നിങ്ങളുടെ പഴയ റിസീവറിൽ സപ്പോർട്ട് ചെയ്ത ഫോമാറ്റ് ഡോൾബി അറ്റ്മോസ്, DTS:X, ഓറോ 3D എന്ന് വരും. പക്ഷേ പ്ലേ ബാക്ക് കറക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ എഫക്ട്സ് കറക്റ്റ് ആയിരിക്കില്ല. ഓറോ 3Dൻ്റെ ആ ഒരു എന്താ പറയുക സംഗതി സൗണ്ട് അവിടെ നിന്നൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇതൊരു രീതി മാത്രമാണ് ഞാൻ കാണിച്ചു തന്നത്. ഇനി പേഴ്സണലി എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ 2 ചാനൽ ആയിട്ടുള്ള ഫിലിംസ് മൂവീസൊക്കെ ആണെങ്കിൽ ഞാൻ പേഴ്സണലി എനിക്ക് ഡോൾബി സറൗണ്ട് ഉപയോഗിക്കുന്നതാണ് എനിക്കിഷ്ടം മിക്സിങ്ങിന് വേണ്ടിയിട്ട്. കാരണം അത് കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ 5.1 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 5.1 മിക്സ്, അതായത് ഇപ്പോൾ DTS ആവാം, ഡോൾബി ഡിജിറ്റൽ പ്ലസ് ആവാം, അതിന് ന്യൂറൽ എക്സ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓറോ 3D. ഓക്കെ, അപ്പോൾ ന്യൂറൽ എക്സും ഓറോ 3Dയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് എൻ്റെ സ്പീക്കറിലായിട്ട്, അതായത് 5.1.4 വിത്ത് ഫ്രണ്ട് ഹൈറ്റ്സ് ആൻഡ് റിയർ ഹൈറ്റ്സ്, ആ ഒരു ഇതിൽ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നത് ന്യൂറൽ എക്സ് ഡോൾബിനെക്കാട്ടിയും ഓബ്വിയസ്ലി ഒരു കുറച്ചും കൂടി ഹൈറ്റ് ഇൻഫർമേഷൻ ഒന്നും കൂടി പ്രൊണൗൺസ്ഡ് ആണ്, കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ ഓറോ 3Dയിൽ ഈ റൂം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കേരളം റൂം ഒന്നും കൂടി വലുതായ മാതിരി ഒരു ഫീലിംഗ് ആണ്. എൻ്റെ ഈ 16x13 റൂമിനെക്കാട്ടിയും വലിയൊരു റൂമിൽ ഇരുന്ന് കേൾക്കുന്ന സൗണ്ട്, മഴ പെയ്യുന്ന ഫോർ എക്സാമ്പിൾ, ശരിക്കും പുറത്ത് ഈ റൂമിന് പുറത്ത് എവിടെയോ മഴ പെയ്യുന്ന മാതിരി എനിക്ക് ഫീലിംഗ് വരാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഏതായാലും പഴയ റിസീവേഴ്സ് ഉള്ള പ്രേക്ഷകരുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതായത് ഇൻസൈഡിങ് സ്പീക്കേഴ്സ് ഉണ്ടായിട്ട് ഓറോ 3D കിട്ടുന്നില്ലെങ്കിൽ ഇതുമാതിരി സ്പീക്കർ കോൺഫിഗറിൽ പോയിട്ട് അവിടെ പോയിട്ട് ഫ്രണ്ട് ഹൈറ്റും സറൗണ്ട് ഹൈറ്റും ആക്കി കൊടുത്തിട്ട് ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഞാനിത് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഏവർക്കും ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരെ ദിസ് ഇസ് ജോർജ് സൈനിങ് ഓഫ്. ബൈ.